കോയമ്പത്തൂർ നമ്മൾ ടാറ്റ ഗുഡ് ബൈ പറയുവാണ്, നാട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു പഴനി വഴി ഒന്ന് പോയാലോ എന്ന്. കാരണം നമ്മൾ 3 പേരും പഴനി അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പോൾ അന്നേരം ഡിസൈഡ് ചെയ്തൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ ചെന്നു. 1 മണിക്കൂറിനുള്ളിൽ നമ്മൾ മേളിൽ ചെന്നു, തൊഴുതൊക്കെ കഴിഞ്ഞു, പ്രസാദമൊക്കെ വാങ്ങി നമ്മൾ തിരിച്ചിറങ്ങിയത് ഒരു റെയിൽ ബസ് വഴിയാണ്. അങ്ങോട്ട് സ്റ്റെപ്പിലും തിരിച്ച് റെയിൽ ബസ് വഴി ഇറങ്ങി വന്നു. ടൈം പോകുമല്ലോ എന്ന് വെച്ച് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ പഴനിയുടെ മേളിൽ ചെന്ന് നമുക്ക് കാണുമ്പം. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിയാണ് നിറച്ച് തെങ്ങുകളും എല്ലാം നിൽക്കുന്ന നല്ല പ്രകൃതി രമണീയമായ ഒരു നല്ല റോഡിൽ കൂടെയാണ് പോകാൻ പറ്റിയത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ഡിണ്ടുകൽ കലപ്പാക്കത്തി ബിരിയാണി കഴിച്ചാലോ എന്നൊന്ന് ആലോചിച്ചു. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി കുറേ നേരം ക്യൂ നിന്നിട്ടോ കേട്ടോ ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയ. നല്ല തിരക്കായിരുന്നു. ഈ ഒരു മെയിൻ ഡിഷാണ് അവിടുത്തെ എല്ലാവരും വാങ്ങിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കാണെന്നും അറിയത്തില്ല. കഴിച്ചിട്ട് ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ടു. അത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത്. ഡിണ്ടുകൽ ബിരിയാണി എന്ന് കേട്ടിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മറ്റുള്ള ബിരിയാണിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു റഫായിട്ടാണ് ചിക്കനൊക്കെ കിടക്കുന്നത്, ചിക്കൻ പീസസൊക്കെ. അല്ലാതെ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ 3 പേരും നല്ല വിശന്നായിരുന്നത് ഫുള്ളും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ച് പോവുകയാണ്. കോയമ്പത്തൂർ ഏകദേശം വ്ളോഗൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ ബോർഡിൽ നിങ്ങൾ 3ാമത് കാണുന്ന അറിയാവുന്ന നിങ്ങൾക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്യണേ. കൊല്ലം ചിക്കൻ എന്നാണോ കൊള്ളാം ചിക്കൻ എന്നാണോ നമുക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾക്ക് ആർക്കും അത് മനസ്സിലായില്ല കേട്ടോ, അതാണ് നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ പോയത് എന്താ പറയുന്നത്, ഒരു ഗ്രേപ്പിൻ്റെ ഒരു തോട്ടത്തിലോട്ടാണ് കേട്ടോ. ഞങ്ങൾ കൊടൈക്കനാലിൽ പോയപ്പോൾ ഞാനൊരു ടൈം കണ്ടിട്ടുണ്ട് മുന്തിരിത്തോട്ടം. അപ്പം അവിടെ വരെ വന്നല്ലെന്ന് വെച്ചാൽ ജെനീസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു മുന്തിരിത്തോട്ടം ഞങ്ങൾ സൈഡിൽ ഇങ്ങനെ കണ്ടു പോയ വഴിക്ക്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് കയറി നോക്കി. എനിക്ക് തോന്നുന്നത് അത് ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണോ അതോ ഞങ്ങൾ വൈകുന്നേരം പോയിട്ടാണോ എന്നതിൽ മുന്തിരിയൊക്കെ ഒരുമാതിരി വാടി നിൽക്കുമായിരുന്നു. സീസൺ അല്ലാഞ്ഞിട്ടാണോ എനിക്കറിയത്തില്ല കേട്ടോ. വലുതായിട്ട് ഒരു ഭംഗിയില്ലാത്ത രീതിയിലാണ് നിന്നത്. പക്ഷേ നമ്മൾ ഫോട്ടോയിൽ കാണുമ്പോൾ നല്ല ഭംഗിയാണ്, നേരിട്ട് കാണുമ്പോൾ അതൊക്കെ വാടി നിൽക്കുമായിരുന്നു. അപ്പോൾ അവർ തന്നെ പറഞ്ഞത് വലുതായിട്ട് അതും കൊള്ളത്തില്ലെന്നൊക്കെ അവിടെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് വാങ്ങിച്ചില്ല. ശരിക്കും നാട്ടിലോട്ട് പോകുമ്പോൾ കുറച്ച് മേടിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാൽ മുന്തിരിത്തോട്ടം കണ്ടപ്പം ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് ചോദിച്ചു. പിന്നെ ഏറ്റവും നല്ല കാര്യം കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റി മുന്തിരിത്തോട്ടത്തിൽ പോയപ്പോൾ, റീൽസിനും ഒക്കെ വേണ്ടി. പിന്നെ നമ്മൾ കൊടൈക്കനാലിലൊക്കെ പോകുന്ന പോലെ സൈഡിൽ കുറേ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ ചെറിയ ടോയ്സിൻ്റെയും ഒക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ജസ്റ്റ് എല്ലാവരും വണ്ടി നിർത്തി നോക്കുന്നുണ്ട് കേട്ടോ. മുന്തിരിത്തോട്ടം ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് കാണാനൊക്കെ. കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് കാപ്പിയൊക്കെ കുടിച്ചു. MSR ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു മുന്തിരിത്തോട്ടത്തിൽ പോയി. സെയിം അവിടെ ചെന്നപ്പോഴും മുന്തിരിയൊക്കെ എന്തോ പോലെയൊക്കെ നിൽക്കുമായിരുന്നു. മേ ബി സമ്മർ സീസണിൻ്റെ ആയിരിക്കും മുന്തിരിയൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഉണങ്ങി പിടിച്ചൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചില്ല. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് 2 സൈഡിലും ഇങ്ങനെ മുന്തിരിത്തോട്ടത്തിൻ്റെ കുറേ ഏരിയകളാണ്. അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. കോയമ്പത്തൂരെ വ്ളോഗ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഈശായിൽ പോയി, നമ്മൾ അവാർഡ് മേടിച്ചു. അങ്ങനെ പഴനിയിൽ പോകാൻ പറ്റി. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിലും പോയി. ഇപ്പം നമ്മൾ ടാറ്റ ഗുഡ് ബൈ പറയുവാണ്. അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.